കീം 2024 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഈ വർഷം പുതിയ പാറ്റേണിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. 3 മണിക്കൂറിൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാത്സിൽ നിന്നും 75, ഫിസിക്സിൽ നിന്നും 45, കെമിസ്ട്രിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ അതിനനുസരിച്ച് നമ്മുടെ ടൈമെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് അഡ്മിറ്റ് കാർഡ് നോക്കിയിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്ററും റിപ്പോർട്ടിംഗ് ടൈമും കൃത്യമായിട്ട് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ജൂൺ 5 മുതൽ 9 വരെ ആഫ്റ്റർനൂൺ 2 to 5 PM ആണ് എക്സാം ടൈം. റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. നേരത്തെ ഹാളിലേക്ക് എത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 15 മിനിറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിലൂടെ ഒന്നുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ആക്ച്വൽ എക്സാമിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കും. ഇനി എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അഡ്മിറ്റ് കാർഡ് പ്രിൻറ്റ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന പെന്ന്, ബോൾ പോയിന്റ് പെന്ന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ID കാർഡ് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം. അത് പാൻ കാർഡ് ആവാം, അതുപോലെ തന്നെ ആധാർ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ ID കാർഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എക്സാം ഹാളിലേക്ക്. പെൻസിൽ, ഇറേസർ തുടങ്ങി അത്തരത്തിലുള്ള ലോഗരിതം ടേബിൾസ്, ജിയോമെട്രിക് ബോക്സുകൾ, ഇതൊന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ എക്സാം ഹാളിലേക്ക് അലോ ചെയ്യില്ല. കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളൊന്നും അലോ ചെയ്യില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർക്കുക. ആകെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ID കാർഡും പേനയും മാത്രം കൊണ്ടുപോയാൽ മതി. എക്സാമിൻ്റെ ഇടയിൽ റഫ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പറോ ബുക്കോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതൊക്കെ എക്സാം ഹാളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അവിടെ നിന്ന് തരുന്ന ബുക്ക്ലെറ്റിൽ നിങ്ങളുടെ നെയിമും റോൾ നമ്പറും ഒക്കെ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞിട്ട് അത് അവിടെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് എക്സാമിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിപ്പോർട്ടിംഗ് ടൈമിന് മുൻപായിട്ട് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. യാത്ര വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ദൂരെ എക്സാം സെൻറ്ററിലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് ഈ 3 മണിക്കൂറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ വൺസ് അഗൈൻ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.